പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. അസ്സലാമലൈക്കും. സമാധാനം, സ്വസ്ഥം. സത്യത്തിൽ നമുക്ക് ഈ സമാധാനം, സ്വസ്ഥമൊക്കെ ഇപ്പോൾ ഉണ്ടോ എന്നുള്ളതാണ് നമുക്ക് സംശയം അല്ലേ? കാരണം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. കാരണം എന്താ? പോവാണ്, നമ്മൾ പോവാണ്, മാർച്ച് 3 പോവാണ്, പരീക്ഷ എഴുതാൻ പോവാണ്, 5-ാം തീയതി ഇംഗ്ലീഷ് ആണല്ലോ. അപ്പോൾ SLC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളൊക്കെ 5-ാം തീയതി, മാർച്ച് 5-ാം തീയതി ഇംഗ്ലീഷ് പരീക്ഷയ്ക്കായിട്ട് പോവുകയാണ്. ഇംഗ്ലീഷ് പരീക്ഷയാണ് നിങ്ങൾ എഴുതാൻ പോകുന്നതിൽ വെച്ചിട്ട് ഏറ്റവും സിമ്പിളായ എക്സാം. അതെന്താണെന്നുള്ളത് നമ്മുടെ ഈ ചെറിയൊരു ക്ലാസ് കഴിയുമ്പോഴേക്ക് ഇത് കേൾക്കുന്ന എൻ്റെ മുഴുവൻ കൂട്ടുകാർക്കും വളരെ കൃത്യമായി മനസ്സിലാവും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇഫ് ഐ ഹാഡ് 8 hours to cut a tree, I will sharpen my axe for 6 hours. എബ്രാലിംഗം പറഞ്ഞതാണ്. 8 മണിക്കൂറുണ്ട് എനിക്കൊരു മരം മുറിക്കണമെങ്കിൽ ഞാൻ അതിലെ 6 മണിക്കൂറും എൻ്റെ ബ്ലേഡ് മൂർച്ച കൂട്ടിക്കൊണ്ടേയിരിക്കും. എനിക്ക് 2 മണിക്കൂർ മാത്രം മതി. എന്തിന്? ആ മരം മുറിക്കാൻ. കഴിഞ്ഞ 10 വർഷമായി നമ്മളിങ്ങനെ ഷാർപ്പൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സമയം നമ്മുടെ അടുത്തെത്തിയിരിക്കുന്നു. ഇപ്പോൾ ഭയങ്കര ധൈര്യമായിട്ട് നമുക്ക് പറയാം, കയറി വാ മാത്സേ, കയറി വാ ഇംഗ്ലീഷേ, നിന്നെ ഒന്ന് കണ്ടിട്ട് ഇവിടെ ബാക്കി കാര്യമുള്ളൂ എന്നുള്ള ആ കോൺഫിഡൻസിലാണ് നമ്മൾ പരീക്ഷ എഴുതാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങല്ലേ? ഇംഗ്ലീഷ് നിങ്ങൾ എഴുതാൻ പോകുന്നതിൽ, എന്നെ വിശ്വസിക്കൂ, നിങ്ങൾ എഴുതാൻ പോകുന്നതിൽ ഏറ്റവും സിമ്പിളായ മനോഹരമായ ഒരു പരീക്ഷയായി മാറാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ളൊരു വേദിയാണ് നമ്മുടെ വെഫി കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വർഷങ്ങളിൽ ഏറ്റവും മനോഹരമായി ഒരു എക്സാം നടത്തി അതിൻ്റെ സ്റ്റാളുകളൊക്കെ നിങ്ങളുടെ മുന്നിൽ വെച്ച് നിങ്ങൾക്ക് കണ്ടു പഠിച്ചു പോകാനൊക്കെ രീതിയിൽ, വിഷ്വലായ രീതിയിലൊക്കെ വെഫിയെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്രാവശ്യത്തെ SLC പരീക്ഷ നമുക്ക് വെഫിയെ കൂട്ടുപിടിച്ച് അതിമനോഹരമായി ചെയ്യാം. നമുക്ക് സബ്ജക്റ്റിക്ക് പോയാലോ? അപ്പോൾ ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് നമുക്കറിയാം 5 യൂണിറ്റുകളാണ് നമുക്കുള്ളത്. ഈ 5 യൂണിറ്റുകളിൽ നമുക്ക് എത്ര വേഴ്സും എത്ര പ്രോസും ഉണ്ട്? മൊത്തം നമുക്ക് 15 എണ്ണം വരും. 15 എണ്ണത്തിൽ 5 പോയമാണ് വരുന്നത്. അതിമനോഹരമായ പദ്യഭാഗങ്ങളല്ലേ നമുക്ക് പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് ആദ്യം തൊട്ട് ഇങ്ങോട്ട് അറിയാലോ, ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിമനോഹരമായിട്ട് തുടങ്ങുന്ന പദ്യഭാഗങ്ങൾ നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ അല്ലേ? കുട്ടി തൻ്റെ അവധിക്കാലം ആഘോഷിക്കാൻ മുത്തച്ഛൻ്റെ കൂടിയിരിക്കുന്ന റസ്കിൻ ബോണ്ടിൻ്റെ അതിമനോഹരമായ പാഠഭാഗം നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടല്ലോ. വാവ്, എത്ര മനോഹരമാണ് 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ഓരോ പാഠഭാഗവും. ഈ പാഠഭാഗം ഒന്ന് കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് എങ്ങോട്ട് പോകണം? നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകണം. കാരണം നമ്മൾ പരീക്ഷയ്ക്ക് ഇരിക്കുമ്പം മാർച്ച് 5-ാം തീയതി 9:15, 9:30 പരീക്ഷ തുടങ്ങുമ്പം നമ്മുടെ മുന്നിലേക്ക് വരുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആ ക്വസ്റ്റ്യൻ പേപ്പർ അതിമനോഹരമായി നമ്മൾ കാണുമ്പോൾ നമ്മുടെ മുന്നിൽ കൃത്യമായിട്ടൊരു സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം, ഒരു പദ്ധതി ഉണ്ടായിരിക്കണം, നമുക്ക് എങ്ങനെ ഇത് എഴുതാൻ സാധിക്കുമെന്നുള്ളത്. SLC പരീക്ഷയ്ക്ക് നമ്മൾ പരീക്ഷ ഹാളിലിരിക്കുമ്പം കൂൾ ഓഫ് ടൈമിൽ നമ്മൾ നോക്കാൻ പോകുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ആദ്യത്തെ 6 മാർക്കിൻ്റെ ചോദ്യം. എന്താണ് ആ ചോദ്യം? നമ്മൾ ഇതുവരെ പഠിച്ച, നമ്മൾ വായിച്ച, നമ്മൾ അധ്യാപകർ നമ്മളെ പല ആവർത്തി പഠിപ്പിച്ച ടെക്സ്റ്റ് ഭാഗത്ത് നിന്ന് നമുക്കൊരു 6 മാർക്കിൻ്റെ ചോദ്യം, ആർക്കും എഴുതാൻ പറ്റുന്ന അതിമനോഹരമായ ചോദ്യം. ഈ 6 മാർക്കും കൊണ്ടേ നമ്മൾ മുന്നോട്ട് പോകുള്ളൂ, ഉറപ്പാണ്. അതിൽ യാതൊരു സംശയമില്ല. 6 മാർക്കിൻ്റെ അതിമനോഹരമായ ചോദ്യം. ഈ 6 മാർക്ക് എങ്ങനെയാണ് നമ്മൾ വാങ്ങുക? ഇതിനെയാണ് മക്കളെ നമ്മൾ വലിയ വാക്കിലൊക്കെ പറയും കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻ. എന്താണത്? ഇത്രയേ ഉള്ളൂ. നമ്മൾ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ട് ഇംഗ്ലീഷിലെ ഒരു ഭാഗം തന്നിട്ട്, ഇംഗ്ലീഷിലെ കുറച്ച് സെൻറ്റൻസ് തന്നിട്ട് നമുക്ക് അത് നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? അതിൻ്റെ താഴെ നമുക്ക് 6 മാർക്കിൻ്റെ ചോദ്യമുണ്ടാവും അല്ലേ? ഓരോ ചോദ്യവും നമ്മൾ വായിച്ചിട്ട് നമുക്കത് മനസ്സിലാവുന്നുണ്ടോ എന്ന് വിശകലനം ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ചോദ്യമാണത്. ഏതൊരാൾക്കും ഈ 6 മാർക്ക് വാങ്ങിയെടുക്കാൻ പറ്റും. കാരണം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, നമുക്കറിയുന്നതാണ്. ഒരു ടെൻഷനും ഇല്ലാതെ നമുക്ക് 6 മാർക്ക് നമ്മുടെ കയ്യിലുണ്ടാവും. നമ്മൾ ആദ്യത്തെ വായിക്കുന്നു, ആ പാസേജ് നോക്കുന്നു, ആ പാസേജിൽ അതിൻ്റെ ഉത്തരമുണ്ട്. ചില ആളുകൾ എന്ത് ചെയ്യും? പെട്ടെന്ന് ആ ചോദ്യത്തിൻ്റെ ചില ഭാഗങ്ങളൊക്കെ കൂടിയിട്ട് അതങ്ങോട്ട് എഴുതി വയ്ക്കും. അങ്ങനെ എഴുതി വയ്ക്കരുത്. കാരണം ഇത് നമ്മളെ ഒന്ന് ചെക്ക് ചെയ്യാൻ, ഈ പയ്യന് അല്ലേ, ഈ പയ്യത്തിക്ക് പറയാലോ, ഈ കുട്ടിക്ക് എത്രമാത്രം ഇംഗ്ലീഷ് അറിയാം,
വായിച്ചാൽ മനസ്സിലാവുമോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? കൂളായിട്ട് ആ ക്വസ്റ്റ്യൻ വായിക്കുന്നു. ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമുക്കറിയുന്ന ആൻസർ നമ്മുടെ ലാംഗ്വേജിൽ വളരെ കൃത്യമായി ഒരു സെൻറ്റൻസിൽ എഴുതി വയ്ക്കുന്നു. ചിലപ്പോൾ ഒരു വാക്ക് എഴുതിയാൽ മതിയാവും, ചിലപ്പോൾ ഓതറുടെ പേരാവും ചോദിക്കുക, ചിലപ്പോൾ അതിലെ മെയിൻ ക്യാരക്ടർ പേരാവും ചോദിക്കുന്നുണ്ടാവുക. അതിന് മൊത്തം സെൻറ്റൻസ് ഇത് ക്യാരക്ടർ ഓഫ് ദി സ്റ്റോറി ഈസ് എന്ന് പറഞ്ഞു പോകണ്ട, ജസ്റ്റ് റൈറ്റ്. നിങ്ങൾക്ക് സമയം ലാഭിക്കാം വളരെ കൃത്യമായിട്ട്. ഇനി ചിലപ്പോൾ തന്നെ അതിൽ ചിലപ്പോൾ ഈഫ് ക്ലോസിന് ചില ഭാഗങ്ങൾ വരാം, ചില ഗ്രാമറിന് ചില ഭാഗങ്ങൾ വരാം. അതൊക്കെ നമ്മൾ ക്ലാസ് റൂമിൽ പഠിച്ചിട്ടുള്ളതാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഭാഗങ്ങളാണ്. അപ്പം ആദ്യത്തെ 6 മാർക്ക് എന്തിനു വേണ്ടിയിട്ടാണ് മക്കളെ? നമുക്ക് ഈ പാരഗ്രാഫ് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുമോ എന്ന് അറിയാൻ വേണ്ടി മാത്രമുള്ളതാണ്. അപ്പം വളരെ കൂളായി ഓരോന്ന് കൃത്യമായി വായിച്ചു നോക്കുക. നമുക്കറിയുന്ന ഉത്തരം ആ പാസേജിൽ നിന്ന് തിരഞ്ഞെടുത്ത് നമ്മുടെ ഭാഷയിൽ എഴുതി വയ്ക്കുക. 6 മാർക്ക് നമ്മൾ ഷുവറായിട്ടും വാങ്ങും. അപ്പോൾ നമ്മുടെ മുന്നിൽ 6 വരെയുള്ള ചോദ്യഭാഗങ്ങൾ വളരെ കൃത്യമായി നമ്മൾ നോക്കി എഴുതി. ഇനി നമ്മുടെ മുന്നിലേക്ക് എന്താ വരുന്നത്? നമ്മൾ പഠിച്ച പോയം, മനോഹരമായ പദ്യഭാഗങ്ങൾ അല്ലേ? നമ്മൾ ലൈൻസ് റിട്ടൺ ഏർലി സ്പ്രിംഗ് മുതൽ മദർ ടു സൺ വരെയുള്ള അതിമനോഹരമായ പദ്യഭാഗങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. എത്ര പഠിക്കാനുള്ളത്? 5 എണ്ണേ പഠിക്കാനുള്ളൂ അല്ലേ? വളരെ സിമ്പിളായി ചെറിയ ചെറിയ പദ്യഭാഗങ്ങൾ, മനസ്സിനെ തൊട്ട് ഉണർത്തുന്ന, നമ്മളെ ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള അതിമനോഹരമായ പാഠഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാൻ തന്നിട്ടുള്ളത് അല്ലേ? അമ്മ മകന് കൊടുക്കുന്ന ഉപദേശം, തൻ്റെ പള്ളിയിലെ, തൻ്റെ ഇടവകയിലെ ബലാഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ അല്ലേ, തൻ്റെ ഇടവകയിലെ ജനങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ആ പള്ളിയിലച്ഛൻ്റെ, ആ ഇടവക വികാരിയുടെ ജീവിതം. ഓക്കെ, പോയട്രി, ഐ ഡോണ്ട് നോ വെൻ പോയട്രി അറൈവ്ഡ് ഇൻ സൈലൻസ് അല്ലേ? നിശബ്ദയിലാണോ, ശബ്ദ കോലാഹലങ്ങളിലാണോ, ബട്ട് ഐ വാസ് സമ്മൺഡ് അല്ലേ? ഇങ്ങനെയൊക്കെ അതിമനോഹരമായ പദ്യഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാൻ തന്നിട്ടുള്ളത്. അപ്പം ഈ പദ്യഭാഗങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ പദ്യവും ഫിഗുറേറ്റീവ് ലാംഗ്വേജിലാണ് എഴുതുക. എന്താണ് നമുക്കറിയാം, പണ്ട് നമ്മൾ കല്യാണരാമനിലെ അതിമനോഹരമായ രാമൻകുട്ടിയുടെ ലൈൻസ് നമുക്ക് ഓർമ്മയില്ലേ? എന്താണ്? തേങ്ങാക്കുലകളാടുന്നു. അത് പറഞ്ഞതുപോലെ പറയേണ്ട കാര്യങ്ങൾ പദ്യരൂപത്തിലൊന്ന് അതിമനോഹരമായി ഒന്ന് ചുറ്റിക്കെട്ടി പറയുന്ന ഒരു തരത്തിലേക്ക് പദ്യഭാഗം, അതാണ് പദ്യത്തിൻ്റെ ചുറ്റിക്കെട്ടി എന്ന് പറയുന്നത്. ആ പോസിറ്റീവ് സെൻസിലാണ് പറഞ്ഞിട്ടുള്ളത്. അത് അങ്ങനെ കൊണ്ടുവന്ന് നമ്മളെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരു ലാംഗ്വേജാണ് ഫിഗറേറ്റീവ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളത് എന്ത് ശ്രദ്ധിക്കണം? പദ്യഭാഗങ്ങൾ പഠിക്കുമ്പോൾ അതിൻ്റെ ഓരോ ലൈനും എടുത്ത് അതിൻ്റെ കൃത്യമായ അർത്ഥം, സിമ്പിളാണ് പക്ഷെ പവർഫുള്ളാണ്, കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നോക്കി മനസ്സിലാക്കി പോകണം ഓരോ ലൈൻസും. അതിന് സഹായിക്കുന്ന സൈഡ് ക്വസ്റ്റ്യൻസ് അതിൻ്റെ തൊട്ടപ്പുറം തന്നെ ഉണ്ടല്ലോ. ആ സൈഡ് ക്വസ്റ്റ്യൻസ് വായിക്കുക, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന നോട്ട്സുകൾ ആ ടെക്സ്റ്റിൻ്റെ പുറകിൽ തന്നെയുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് നോക്കി പരീക്ഷയ്ക്ക് പോയി കഴിഞ്ഞാൽ അടുത്ത 5 മാർക്ക് നമുക്കുള്ളതാണ്. ഒരു സംശയവും വേണ്ട, ഫ്രീ ആയിട്ടാണ് 5 മാർക്ക് തരുന്നത്. എന്ത് ചെയ്യണം? ആ പാഠഭാഗമെടുത്ത്, പദ്യഭാഗമെടുത്ത് ഓരോ ലൈനും ഒന്ന് വായിച്ചു നോക്കുക, അതിൻ്റെ കൃത്യമായ അർത്ഥം മനസ്സിലാക്കുക. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് സൈഡ് ക്വസ്റ്റ്യനിലേക്ക് പോവുക. ചില വാക്കുകളുണ്ട് നമുക്ക് കിട്ടാത്ത തരത്തിലുള്ള വാക്കുകളുണ്ട്. ആ വാക്കുകളുടെ അർത്ഥവും അതിൻ്റെ മീനിങ്ങും അതിൻ്റെ സിംബോളിക്കായ മീനിങ്ങും നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് കൃത്യമായി മനസ്സിലാക്കി പോവുക. ടെസ്റ്റിൻ്റെ പുറകിലുള്ള പദ്യവുമായി ബന്ധപ്പെട്ട കുറച്ച് വർക്കുകളുണ്ട്, നിങ്ങൾക്കറിയാം, ആ ടെസ്റ്റിൻ്റെ കൃത്യമായിട്ടുണ്ട്. ആ ഭാഗങ്ങളൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് വായിച്ച് പോയി കഴിഞ്ഞാൽ ഈ 5 മാർക്കും നമുക്കുള്ളതാണ്. കഴിഞ്ഞിട്ടില്ല. ലോട്ടറി എടുത്തോ, നാളെ നിങ്ങൾക്ക് ബമ്പർ അടിക്കുമെന്ന് പറയുന്നത് SLC പരീക്ഷയ്ക്ക് വരാൻ പോവുകയാണ്. കാരണം അടുത്ത 5 മാർക്ക് ലോട്ടറിയാണ്. എന്താണ് 5 മാർക്ക് ലോട്ടറി? എനിക്കറിയില്ല വേറെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ഇങ്ങനെ പറയാൻ പറ്റുമോ? അടുത്ത 5 മാർക്ക് നിങ്ങൾക്കുള്ളതാണ് എന്നുള്ളത് ഏതെങ്കിലും ഒരു ഇത് വരും എന്ന് പറയാൻ പറ്റുന്ന ഇംഗ്ലീഷ് ഒഴികെ ഒരു സബ്ജക്റ്റ് ഉണ്ടോ? അതാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് എത്ര പദ്യഭാഗങ്ങൾ പഠിക്കാനുണ്ട്? എത്ര എണ്ണമുണ്ട്? 5 എണ്ണം ഉണ്ട്. ഈ 5 എണ്ണത്തിൻ്റെ അപ്രീസിയേഷൻ കൃത്യമായ ഒരു 3 പാരഗ്രാഫ് പഠിച്ചു പോയി കഴിഞ്ഞാൽ അതിന്ന് അങ്ങോട്ട് നിറക്കെടുക്കുകയാണ്. ഏത് പദ്യമാണ് വരുന്നത്, അതിൻ്റെ അപ്രീസിയേഷനാണ് വരുന്നത് എന്നുള്ളത് വളരെ കൃത്യമായി നിങ്ങളോട് പറയാണ്. ഈ പദ്യത്തിൻ്റെ അപ്രീസിയേഷൻ എഴുതാൻ എത്ര മാർക്കാ?
5 മാർക്കാണ്. 5 മാർക്ക് ലോട്ടറി കണക്കെ നമ്മുടെ മുന്നിലാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: 3 പാരഗ്രാഫ് വരുന്ന പദ്യത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ, പദ്യത്തെക്കുറിച്ചുള്ള ഒരു അവതരണം, പദ്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പൊയറ്റിക് ഡിവൈസസ്, ഇത്ര കൃത്യമായി 3 സ്റ്റെപ്പുകളിലായി ഒരു പേജ് എഴുതി കഴിയുമ്പം നിങ്ങൾക്ക് 5 മാർക്ക് ഫ്രീ ആയിട്ട്. ഈ 5 മാർക്ക് ഫ്രീ ആണ്. കാരണം എന്താ ഞാൻ പറഞ്ഞത്? ഇത് ഉറപ്പായിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുപോലെ ഉണ്ടാവും. ആ 5 എണ്ണത്തിൽ ഏതാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ അപ്രീസിയേഷൻ്റെ 5 മാർക്ക് എല്ലാ പ്രിയപ്പെട്ട അനിയന്മാരും അനിയത്തിമാരും എൻ്റെ പ്രിയപ്പെട്ട മക്കൾ കൃത്യമായിട്ട് വാങ്ങണം. കാരണം ആ 3 പാരഗ്രാഫ് പഠിച്ചാൽ അത് ഉറപ്പായിട്ടും വരും. ഇപ്പം നമുക്ക് എത്ര മാർക്കായി? 16 മാർക്കോളം നമുക്ക് ലഭിച്ചു കഴിഞ്ഞു അല്ലേ? ആദ്യത്തെ കോംപ്രിഹെൻഷൻ. രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് വരുമ്പം ഈ പദ്യഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ്, അഡീഷണൽ ക്വസ്റ്റ്യൻസ്, വീണ്ടും പദ്യഭാഗത്തു നിന്നുള്ള 5 മാർക്ക്. അപ്പോൾ ഒരു പദ്യം, ഈ 5 പദ്യങ്ങൾ നന്നായി ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ എത്ര മാർക്ക് കിട്ടി? 10 മാർക്ക് തുടക്കത്തിൽ തന്നെ ലഭിച്ചു. അതാണ് ഏറ്റവും വലിയ മുന്നേറ്റം. വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ. 16 മാർക്കും വാങ്ങിക്കൊണ്ട് നമ്മളിനി മുന്നോട്ട് പോവുകയാണ്. ഇനിയാണ് രസകരമായ കളികൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറുമായി ചെയ്തു തീർക്കാനുള്ളത്. ഇനിയാണ് രസകരമായ കാര്യങ്ങൾ, ചലഞ്ചിങ് ആയിട്ട് രസകരമായി ചെയ്തു തീർക്കാൻ പോകുന്ന കാര്യങ്ങളിലേക്കാണ് അടുത്തത് നമുക്ക് പോകാനുള്ളത്. നോക്കല്ലേ, വീണ്ടും അടുത്ത ഭാഗം ഈ പറഞ്ഞതുപോലെ ഇംഗ്ലീഷ് പരീക്ഷയുടെ ഏറ്റവും മനോഹരമായൊരു ഭാഗമാണ്. ആർക്കും മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ഭാഗമാണ് അടുത്തത്. അതേതാണ് ആ ഭാഗം? നമ്മൾ കഥകൾ വായിക്കാറില്ലേ? അതല്ലെങ്കിൽ നമ്മൾ ചെറുപ്പം തൊട്ടേ അല്ലേ, LKG UKG ഫസ്റ്റ് സ്റ്റാൻഡ് മുതലേ എന്തോരം ഇംഗ്ലീഷ് കഥകളാണ്, എത്രയധികം ഇംഗ്ലീഷ് കഥകളാണ് നമ്മൾ കേൾക്കാറുള്ളത്. അതുപോലെ നമ്മൾ വായിച്ചതോ വായിക്കാത്തതോ പക്ഷെ നമുക്ക് അറിയുന്ന തരത്തിലുള്ള ഒരു പാസേജ് നമ്മുടെ മുന്നിലേക്ക് തരുന്നതാണ്. കാരണം ഇതുവരെ നമ്മളെ ചെക്ക് ചെയ്തത് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത് ഈ കുട്ടിക്ക് പഠിച്ച ഭാഗങ്ങളിൽ നിന്ന് എന്തെങ്കിലും എടുത്തെഴുതാൻ കിട്ടുമോ എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ ഭാഗത്ത് തന്നിട്ടുള്ളത് ഏകദേശം 13 മുതൽ 17 വരെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് തരുന്നത് എന്താണ്? നമുക്കറിയാത്തൊരു പാസേജ്. ആ പാസേജ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്താൽ മതി? നന്നായി വായിച്ച്, ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് വായിച്ച്, ഓരോ ചോദ്യവും കൃത്യമായി വായിച്ച് കഴിഞ്ഞാൽ 5 മാർക്ക് എൻ്റെ മക്കൾക്ക് എപ്പോൾ കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. വളരെ സുഖമായിട്ട് ആ 5 മാർക്ക് കൂടി വാങ്ങാം. ഏകദേശം നമ്മുടെ പരീക്ഷയുടെ പകുതി ഏകദേശം തീരാനായി. വളരെ കൃത്യമായി നമ്മൾ ഈ 5 മാർക്കും കൂടി. അപ്പോൾ ആദ്യം കോംപ്രിഹെൻഷൻ വരുന്നു, പദ്യഭാഗത്തു നിന്ന് 2 ചോദ്യങ്ങൾ വരുന്നു, 5 5 10 മാർക്കിന്, 15 വീണ്ടും 5 മാർക്കിൻ്റെ ഒരു ചോദ്യം പുറത്തു നിന്ന് വരുന്നു. ആ ചോദ്യങ്ങൾ വായിക്കുന്നു, കൃത്യമായി നമ്മൾ ഉത്തരം എഴുതുന്നു. എത്ര മനോഹരം, എത്ര സുന്ദരം ഇംഗ്ലീഷിൻ്റെ പരീക്ഷ. അപ്പോൾ 5 മാർക്ക് എല്ലാവരും വാങ്ങില്ലേ? വാങ്ങുന്ന ഉറപ്പാണെങ്കിൽ നമുക്ക് അടുത്തയിലേക്ക് പോവല്ലേ? റെഡി? നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. ഇപ്പം നമ്മുടെ പരീക്ഷ നമുക്കൊന്ന് ഇരുന്ന് ഒരു ഇരുത്തം വന്നു, റിലാക്സ് ചെയ്ത് നമ്മൾ ഒരു 20ഓളം മാർക്കിൻ്റെത് വളരെ കൃത്യമായി ആദ്യത്തെ ആ പേപ്പറിൽ അതിമനോഹരമായി നിങ്ങളൊന്ന് മനസ്സിൽ നിന്ന് കണ്ടുപോയിക്കേ. ഒന്ന് മനസ്സിൽ കണ്ടു നോക്കൂ. നിങ്ങളുടെ പേപ്പർ, രജിസ്റ്റർ നമ്പർ, ഓക്കെ, അത് കഴിഞ്ഞ് 1 2 3 എന്ന രീതിയിൽ വളരെ കൃത്യമായി അതിമനോഹരമായി ഒന്ന് മനസ്സിൽ കാണൂ. യെസ്, അതിമനോഹരമായി നിങ്ങൾ എഴുതി വെച്ചത്. അവിടെ ഇത് നോക്കുന്ന അധ്യാപകർ പുഞ്ചിരിച്ചുകൊണ്ട് ഓരോന്നിനും ശരിയിടുന്നത് നിങ്ങളുടെ മനസ്സൊന്ന് ആലോചിച്ച് നോക്കേ. എന്തൊരു സന്തോഷം അല്ലേ? യെസ്, ഞാൻ പറഞ്ഞ ഈ രീതി ഉപയോഗിച്ച് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ആ മാർക്ക് നമുക്കുള്ളതാണ്. കാരണം അത്ര സിമ്പിളായിട്ടാണ് ഇംഗ്ലീഷ് ഓരോ വർഷവും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അടുത്തത് ഏകദേശം ഒരു 40 മാർക്കിൻ്റെ അടുത്ത് വരുന്ന ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കോഴ്സിൽ നിന്നാണ് വരുന്നത് അല്ലേ? അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് നമുക്ക് നോക്കാം. കോൺവെർസേഷൻ ഉണ്ട്, ലെറ്റർ ഉണ്ട്, ഡയറി, നരേറ്റീവ്, സ്പീച്ച്, ന്യൂസ് റിപ്പോർട്ട്, റൈറ്റ് അപ്പ്, ക്യാരക്ടർ സ്കെച്ച്, പ്രൊഫൈൽ, നോട്ടീസ്, റിവ്യൂ, പാരഗ്രാഫ്, ക്വസ്റ്റ്യനെയർ. ഇത്രയും ഡിസ്കോഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏകദേശം 10-14 ഡിസ്കോഴ്സിൻ്റെ അടുത്ത് നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്.
A+ ആഗ്രഹിക്കുന്ന എൻ്റെ മക്കൾ നിർബന്ധമായിട്ടും ഇതെല്ലാം ഒന്ന് മോഡൽ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കണം. ഇതിൽ ചെറിയൊരു സൂത്രം ഞാൻ പറഞ്ഞുതരാം, വളരെ കൃത്യമായി. ഇതിൽ എല്ലാ ഡിസ്കോഴ്സും ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരുപോലെ അപ്പിയർ ചെയ്യാൻ പറ്റി എന്ന് വരില്ല. പറ്റുമോ? ചിലർക്ക് ഡയറി അതിമനോഹരമായിട്ട് എഴുതാം. ഓ വാട്ട് എ അൺഫോർഗറ്റബിൾ ഡേ, ഐ ഡിഡ്ന്റ് എക്സ്പെക്റ്റഡ്, ഓ മൈ ഗോഡ് എന്നൊക്കെ പറഞ്ഞ് അതിമനോഹരമായി ഡോട്ടൊക്കെ ഇട്ട് എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുത്ത് അതിമനോഹരമായി എഴുതുന്ന കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ചില ഒരു സ്പീച്ചൊക്കെ എഴുതുന്ന രീതിയുണ്ട്, നല്ല കൊട്ടേഷനൊക്കെ കൊടുത്ത് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ അതിമനോഹരമായി ചെയ്ത് ബോഡിയിലേക്ക് വന്ന് കൺക്ലൂഷനും പുറത്തുനിന്ന് കുറച്ച് വാചകങ്ങളൊക്കെ കൂട്ടിയിണക്കി അതിമനോഹരമായി ചെയ്യുന്ന കുട്ടികളെ കണ്ടിട്ടുണ്ട്. അപ്പം ഓരോരുത്തർക്കും ഓരോ സ്കില്ലാണ്, ഓരോരുത്തർക്കും ഓരോ സ്കില്ലാണ്. എന്നോട് മാത്രമേ കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ, വേറൊരാൾ പറ്റില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ മക്കളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ ഈ 10-14 ഡിസ്കോഴ്സിലൂടെ ഒന്ന് എഴുതി നോക്കുക, ടീച്ചേഴ്സിനെ കാണിച്ച് നോക്കുക. നിങ്ങൾക്ക് തന്നെ അറിയാം വേർ ഈസ് മൈ സ്ട്രെങ്ത്. എനിക്ക് നന്നായി ചെയ്യാൻ പറ്റുന്ന ഡിസ്കോഴ്സുകൾ ഏതൊക്കെയാണ്? അതിലൊരു 6-7 വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതായിരിക്കും. ബാക്കി പഠിക്കണ്ട എന്നല്ല, ഈ 7-8 ഡിസ്കോഴ്സ് പൊതുവേ ചോദിക്കുന്ന ഡയറി, ലെറ്റർ, സ്പീച്ച്, നരേഷൻ, റൈറ്റപ്പ്, ഇതുപോലുള്ള ഒരു 6-7 വളരെ കൃത്യമായി അതിൻ്റെ സ്ട്രക്ചറൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, ഓരോന്നിൻ്റെ സ്ട്രക്ചർ ഉപയോഗിച്ച്. ഓക്കെ, ഒരൊറ്റ ചോദ്യം ചോദിക്കട്ടെ, ന്യൂസ് റിപ്പോർട്ടിൻ്റെ സ്ട്രക്ചർ എന്താണ്? നമുക്ക് സമയ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടേ ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുള്ളൂ, ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് ഒരൊറ്റ ചോദ്യം എൻ്റെ മക്കളോടാണ് ചോദിക്കുന്നത്, നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി. ന്യൂസ് റിപ്പോർട്ടിൻ്റെ സ്ട്രക്ചർ എന്താണ്? ചിന്തിച്ചോ? കിട്ടിയോ? ഉത്തരം അറിയുന്ന ആളുകളൊന്ന് കൈവന്തിച്ചേ. ആരൊക്കെയോ ചിരിക്കുന്നുണ്ട്. കിട്ടിയോ? അന്ന് ഞാൻ പറയട്ടെ, ന്യൂസ് എഴുതുന്നത് എന്ത് സ്റ്റൈലാ? ഓക്കെ, അതിനു മുമ്പ് വീണ്ടും ഞാൻ ചോദിക്കുകയാണ്, നമ്മൾ ന്യൂസ് കാണുന്നുണ്ട്, ഈ ന്യൂസും സിനിമയും തമ്മിലുള്ള വ്യത്യാസം എന്താ നിങ്ങളുടെ മനസ്സിൽ കിട്ടിയോ? കിട്ടിയെങ്കിൽ പറഞ്ഞു നോക്കിയേ. സിനിമയിൽ അതിൻ്റെ ക്ലൈമാക്സ് ഏറ്റവും അവസാനത്തേക്ക് കൊണ്ടുപോകും, അല്ലേ? നമ്മളിങ്ങനെ ആകാംക്ഷ, അടുത്തതെന്തായിരിക്കും, ഇനി എന്ത് സംഭവിക്കും? ദൈവമേ, ദൃശ്യം 3-4 കണ്ടിട്ട് ഇങ്ങനെ ഈ കോലം ആ കോലത്തിലായിരുന്നു നമ്മൾ. ഏതൊക്കെ തരത്തിലേക്കാണത് കൊണ്ടുപോയത്, അല്ലേ? നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത രീതിയിൽ 3-4 പോകുന്നുണ്ട് എന്നല്ലേ പറയുന്നത്, അല്ലേ? അപ്പോൾ ഒരു സിനിമ ആ രീതിയിലാണ്. ന്യൂസ് റിപ്പോർട്ടിൽ ആദ്യം നമ്മൾ കാര്യം പറയും, അല്ലേ? ഫസ്റ്റ് നമ്മൾ പറയും, മർത്ത വാസ് അവാർഡഡ് the scholarship jacket after 8 years of hard work. She achieved it, right? ആദ്യം നമ്മൾ പറഞ്ഞു, ഫസ്റ്റ് വാചകം നമ്മൾ എന്ത് പറഞ്ഞു? ഇതിനാണ് നമ്മൾ പിരമിഡ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഓക്കെ, ഹൂ, വാട്ട്, വെൻ, വേർ ആൻഡ് വൈ ആൻഡ് ഹൗ. ഇത്രയ്ക്ക് നമ്മൾ മറുപടി ആയി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി ഒരു ന്യൂസ് റിപ്പോർട്ട് എഴുതാൻ പറ്റുമോ ഇല്ലേ? അപ്പോൾ ഓർത്ത് വെച്ചോ, ഒറ്റ സാധനമേ പറയുന്നുള്ളൂ, പിരമിഡ് സ്റ്റൈൽ. മറക്കരുത്, പിരമിഡ് സ്റ്റൈൽ. എന്നിട്ട് 5 വാട്ട് ചോദിക്കുക, ഹൂ, വാട്ട്, വെൻ, വേർ, വൈ ആൻഡ് ഹൗ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഓരോ പാഠഭാഗവും എടുക്കുമ്പോഴും, ഇംഗ്ലീഷിലെ നമ്മൾ ഓരോ പാഠഭാഗങ്ങൾ എടുക്കുമ്പോൾ, അല്ലേ, ഡോക്ടർ A.J. ക്രോണിൻ്റെ സ്റ്റോറി ആണെങ്കിൽ, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ, അല്ലേ, പാമ്പുമായിട്ടുള്ള എൻകൗണ്ടർ ആണെങ്കിൽ, ഇതിനൊക്കെ എന്ത് ചെയ്യാം നമുക്ക്? റസ്കിൻ ബോണ്ടിൻ്റെ ബോയി കാണുന്ന കൂടിക്കാഴ്ച, അല്ലേ, എൻകൗണ്ടർ, കീരിയും പാമ്പും തമ്മിലുള്ള എൻകൗണ്ടർ ഫൈറ്റ് കാണുന്ന ബോയ്, ഇതിനൊക്കെ നമുക്ക് ഒരു സ്പീച്ചിന് വേണ്ട എലമെൻറ്റ് നേരത്തെ നോക്കി വയ്ക്കാം. ഒരു സ്പീച്ച് ഈ പാഠഭാഗത്തു നിന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ എഴുതും? 1-2 കൊട്ടേഷൻസ് നമുക്ക് കാണാപ്പാഠം പഠിക്കാം, കഴിയില്ലേ? ഒരു റൈറ്റപ്പിന് ആവശ്യമായ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഒരു പാഠഭാഗം
നമ്മൾ ഫൈനൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പം ആ പാഠഭാഗത്തിൻ്റെ പേരെഴുതി ഇതിന്ന് റൈറ്റപ്പ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇന്ന സെൻറ്റൻസുകൾ ഒരു 5 സെൻറ്റൻസ് മതി, സ്ട്രൈക്കിംഗ് ആയ ഐഡിയ. സ്പീച്ചിനാണെങ്കിൽ നല്ലൊരു ഇൻട്രൊഡക്ഷൻ, നല്ലൊരു കൺക്ലൂഷൻ, പുറത്തു നിന്ന് 1-2 കൊട്ടേഷൻ, അതിമനോഹരമായത്, ഇങ്ങനെ ഒരു 6-7 നിങ്ങൾ ഏറ്റവും സ്കിൽഡായ ഡിസ്കോഴ്സിന് നിങ്ങൾ എന്ത് ചെയ്യണം, അങ്ങനെ എഴുതി പ്രിപ്പയർ ആയി കഴിഞ്ഞാൽ അടുത്ത 40 മാർക്ക് അതിമനോഹരമായി എൻ്റെ മക്കൾക്ക് വാങ്ങാൻ പറ്റില്ലേ? പറ്റൂല്ലേ? ഇനി ഇതിൽ തന്നെ വേറൊരു കാര്യം ഞാൻ പറയാം. ഏറ്റവും സിമ്പിളായിട്ട്, ഒരിക്കലും അങ്ങനെ ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ അടുത്ത ഓപ്ഷനിലേക്ക് പോകരുത്. കാരണം സിമ്പിളായിട്ട് നമുക്ക് ചിലപ്പോൾ ഒരു പാരഗ്രാഫ് തരും. ആ പാരഗ്രാഫ് തന്നിട്ട് അത് വായിച്ചിട്ട് അതിൽ നിന്ന് 5 ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ പറയും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കഴിഞ്ഞ പരീക്ഷയ്ക്ക് കഴിഞ്ഞ 2 പരീക്ഷയ്ക്കും, ഫസ്റ്റ് ടൈം പരീക്ഷയ്ക്കും സെക്കൻഡ് ടൈം പരീക്ഷയ്ക്കും റിപ്പീറ്റ് ചെയ്ത് വന്നതുകൊണ്ട് ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റും, ഏറെക്കുറെ എന്ത് പറയാൻ പറ്റും, അതേ പാറ്റേൺ ഫൈനൽ എക്സാമിനും ആവർത്തിച്ച് വന്നു കഴിഞ്ഞാൽ 5 മാർക്ക് ഏറ്റവും സുഖമായിട്ട് അതെങ്ങനെ വാങ്ങാം. ഞാൻ അതിനൊരു ഐഡിയ പറഞ്ഞു തരട്ടെ. ഇപ്പോൾ ഈ ഡയറി പറഞ്ഞതുപോലെ ഒരു ഐഡിയ ഞാൻ പറയട്ടെ. ഓക്കെ, 1 സെക്കൻഡ്. നമുക്ക് ഈ 5 പേരിലൊന്ന് പിടിച്ചേ. എങ്ങനെ ക്വസ്റ്റ്യൻ ഫോം ചെയ്യാം? ഈ തമ്പെടുത്തെ, യെസ്, ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ വേർഡ് വേണം. യെസ് ഓർ നോ? ക്വസ്റ്റ്യൻ വേർഡ് ഇവിടെ കൊണ്ടുവരണം. അപ്പം ഒരു ക്വസ്റ്റ്യൻ എന്ത് വേണം? ക്വസ്റ്റ്യൻ വേർഡ് വേണം. രണ്ടാമത്തെ കൈയെടുത്തേ, ഇവിടെ നമുക്ക് ഓക്സിലറി വേർബ് പിടിക്കാം. ഓക്കെ, അപ്പോൾ ഇതെന്താ ചോദ്യവാക്യങ്ങൾ അല്ലേ? ക്വസ്റ്റ്യൻ വേർഡ്. ഇതെന്താണ്? ഓക്സിലറി. ഓക്കെ, സോ ക്വസ്റ്റ്യൻ വേർഡ്, ഓക്സിലറി. ഇനി ആര് വേണം? ആള് വേണം, സബ്ജക്റ്റ് വേണം. ഐ ആകാം, യു ആകാം, വി ആകാം, ദേ ഹി ആകാം, അവനാകാം, അവളാകാം, ആരുമാകട്ടെ അല്ലേ? അങ്ങനെ ക്വസ്റ്റ്യൻ വേർഡ്, ഓക്സിലറി, സബ്ജക്റ്റ്, ഒരു വേർബ് ഇടുന്നു. ഓക്കെ, പിന്നെ അതിനുമായി ബന്ധപ്പെട്ട RPS, റിമൈനിങ് പാർട്ട് ഓഫ് എ സെൻറ്റൻസ്. നിങ്ങൾക്ക് ഈ 5 വിരൽ കൊണ്ട് 5 മാർക്ക്. ഓക്കെ, ഉദാഹരണത്തിന് when did you go home? Okay, who do you want to meet? Where, when did he come here? ഓക്കെ, ഇത്തരത്തിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അതിനൊരു സ്ട്രക്ചർ ഉണ്ട് ക്വസ്റ്റ്യന്. യെസ് ഓർ നോ ക്വസ്റ്റ്യന്, അതുപോലെ തന്നെ WH ക്വസ്റ്റ്യൻ ഒരു സ്ട്രക്ചറുണ്ട്. ആ സ്ട്രക്ചർ വെച്ച് നിങ്ങൾ ഈ 5 ചോദ്യങ്ങളെ ഒന്ന് എഴുതി പഠിച്ചാൽ 5 മാർക്ക് ഒരു സംശയവുമില്ലാതെ നമുക്ക് വാങ്ങാൻ പറ്റും, വളരെ കൃത്യമായി വാങ്ങാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ രീതികൾ ഉപയോഗിച്ചുകൊണ്ട് ഡിസ്കോഴ്സ് ഭാഗത്തെ ഒന്ന് അപ്രോച്ച് ചെയ്താൽ നമുക്ക് 40 മാർക്ക് വാങ്ങിക്കൂടെ? ഡിസ്കോഴ്സിന് വരുന്ന ഫുൾ മാർക്ക് വാങ്ങിക്കൂടെ? വാങ്ങാൻ കഴിയില്ലേ? വാങ്ങിയെടുക്കണം. ഓക്കെ, എന്നാൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഇതിൻ്റെ ഒരു ലാസ്റ്റ് ഭാഗം, അതിമനോഹരമായി നമ്മൾ ഇതുവരെ പഠിച്ച ഗ്രാമറൊക്കെ അപ്ലൈ ചെയ്യുന്ന ഒരു ഭാഗം. അവിടെ കുറച്ച് ടെക്നിക്കുകളുണ്ട്, അവിടുത്തെ മാർക്ക് മുഴുവൻ വാങ്ങാം. നോക്കല്ലേ നമുക്ക് അടുത്ത ഭാഗം. ചിലർക്കെങ്കിലും കുറച്ചൊരു പേടിയോടുകൂടി പോകുന്നൊരു ഭാഗമാണ്. ശരിയാണോ? ഞങ്ങൾ ഫ്രേസ് വേർബ് കുറേ പഠിച്ചിട്ടുണ്ട് സാറേ, എന്നോട് എൻ്റെ കുട്ടികൾ പറയാറുണ്ട്. പക്ഷേ അത് പഠിച്ചതൊന്നും വരുന്നില്ലല്ലോ. പ്രിപ്പോസിഷൻ ഇത് എവിടെ നിന്നൊക്കെയാണോ വരുന്നത് അല്ലേ? എഡിറ്റിങ് ടെൻസ് മുഴുവൻ പഠിച്ചു, എന്നാലും ഞങ്ങൾക്കൊരു ടെൻഷനാണ്. കിട്ടും, പക്ഷേ എന്നാലും ഒരു ടെൻഷൻ. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഈ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ കുട്ടികളിങ്ങനെ പറഞ്ഞപ്പം ക്വസ്റ്റ്യൻ മാറുകയാണ്, ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ മാറുകയാണ് എന്നൊക്കെ പറഞ്ഞപ്പം ഒന്ന് കൃത്യമായിട്ടൊരു തറോ ചെക്കിങ് ക്വസ്റ്റ്യൻ പേപ്പർ നടത്തി. അപ്പോഴാണ് മനസ്സിലായത് ഏറ്റവും സുഖകരമായി ഗ്രാമറിൻ്റെ ഭാഗം ഫേസ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായി. എന്തുകൊണ്ടാ ഞാൻ ചോദിക്കട്ടെ, ഒരു ചോദ്യം കൂടി ഞാൻ ചോദിക്കട്ടെ എൻ്റെ മക്കളോട്. ടെക്സ്റ്റ് ബുക്ക് വളരെ കൃത്യമായി സൂക്ഷ്മമായി വായിക്കുന്ന എത്ര പേര് നമുക്കിടയിലുണ്ട്?
അധ്യാപകർ നന്നായി ക്ലാസ് എടുത്ത് പോകും, നമ്മളോട് വായിക്കാൻ പറയും, നമ്മൾ ചിലപ്പം വായിക്കും, ചിലപ്പം വായിക്കില്ല. അങ്ങനെയാണോ? എന്നാൽ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ മാറുന്നു എന്ന് നിങ്ങൾക്ക് സംശയിക്കുന്നുണ്ടെങ്കിൽ, മാറുന്നുണ്ടെങ്കിൽ ഒരു പേടിയും വേണ്ട. മാറിയത് നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് മുഴുവൻ മാർക്കും കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്താ കാരണം എന്നറിയോ? നിങ്ങൾ കഴിഞ്ഞ ഫസ്റ്റ് ടൈം സെക്കൻഡ് ടൈമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് കൃത്യമായി ഒന്ന് വിലയിരുത്തി നോക്കൂ, കൃത്യമായി വിലയിരുത്തി നോക്കൂ. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും. ചോദിച്ചിട്ടുള്ള ഫ്രേസൽ വേർബ്സ് കംപ്ലീറ്റ് ടെക്സ്റ്റ് ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് പഠിക്കാനുള്ള ടെക്സ്റ്റിൽ നിന്ന് വളരെ പല സ്ഥലങ്ങളിലെ കട്ട് ആൻഡ് പേസ്റ്റ്, ഒരു സ്ഥലത്തു നിന്ന് എടുക്കുന്നു, അടുത്ത സെൻറ്റൻസ് വേറെ സ്ഥലത്ത് നിന്ന് എടുക്കുന്നു. എവിടെ നിന്നൊക്കെയാണോ ഫ്രേസൽ വേർബ് വെച്ചിട്ടുള്ള സെൻറ്റൻസ് വരുന്നത് അതിനെ മീനിങ് ഫുള്ളാക്കി മാറ്റുന്നു, എന്നിട്ട് നിങ്ങൾക്കത് തരുന്നു. ചോദ്യം എവിടെ നിന്ന് വന്നു? ചോദ്യം എവിടെ നിന്ന് വന്നു? ഇതാണ് ഏറ്റവും വലിയ തമാശ. നിങ്ങൾ പറയും ഇതുവരെ പഠിപ്പിക്കാത്തതാണ്, ഇതുവരെ പഠിപ്പിച്ചത് തന്നെയാണ്. എവിടെ നിന്നത് വന്നത്? ഇത് വന്നത് ടെസ്റ്റിൽ നിന്നാണ്. നിങ്ങൾ എടുത്തു നോക്കൂ, സംശയം ഉണ്ടെങ്കിൽ. നിങ്ങൾ ഒറ്റ കാര്യമുള്ളൂ, ആ 5 മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഓരോ പാഠഭാഗവും ടെക്സ്റ്റും കൃത്യമായി വായിച്ചാൽ. എനിക്ക് വളരെ സന്തോഷമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ഉണ്ടായത്. കാരണം ഇനി ആ മാർക്കിന് വേണ്ടിയിട്ട് ഇനി എങ്ങോട്ടും പോകണ്ട. എവിടെയെങ്കിലും പോകണോ? അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇംഗ്ലീഷിൻ്റെ ടീച്ചേഴ്സൊക്കെ ഫ്രേസൽ വേർബിൻ്റെ 10ഉം 100ഉം ഫ്രേസൽ വേർബ് കുട്ടികൾക്ക് ഇങ്ങനെ കൊടുക്കും, വായിക്കൂ, പഠിക്കൂ, ഇത് വരും എന്ന് പറഞ്ഞിട്ട്. അതൊക്കെ മാറി നിങ്ങൾ ടെക്സ്റ്റ് വായിക്കുന്ന കുട്ടികളാണെങ്കിൽ ഫ്രേസൽ വേർബിൻ്റെ മുഴുവൻ മാർക്കും നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. അടുത്തത് എഡിറ്റിംഗ് ആണ് നിങ്ങളുടെ പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ വേറെ എങ്ങോട്ടും പോവണ്ട, ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ചോളൂ, ഓരോ സെൻറ്റൻസും സൂക്ഷ്മം വായിച്ചോളൂ. എഡിറ്റിങ്ങിൻ്റെ മുഴുവൻ മാർക്ക്. അപ്പോൾ പിന്നെ പ്രിപ്പോസിഷൻ്റെ മാർക്കോ അത് തന്നെ. ഇതാണ് ഷോർട്ട് കട്ട്. ക്വസ്റ്റ്യൻ മാറി, പാറ്റേൺ മാറി, സ്ട്രക്ചർ മാറുന്നു. ഞങ്ങൾ എങ്ങനെ പഠിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പമായ മാർഗം എന്താ? ഏറ്റവും എളുപ്പമായ മാർഗം വീട്ടിലിരുന്നിട്ട് എൻ്റെ മക്കൾ ആ ടെക്സ്റ്റ് ഒന്ന് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിക്കേ. എന്നിട്ട് നിങ്ങൾ ഫസ്റ്റ് ടൈമിൻ്റെയും സെക്കൻഡ് ടൈമിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പറും അതിൽ വന്ന ഫ്രേസൽ വേർബും അതിൽ വന്ന എഡിറ്റിങ്ങും അതിൽ വന്ന പ്രിപ്പോസിഷൻസ് എഴുതാനുള്ള ഭാഗങ്ങളും ഒന്നെടുത്ത് നോക്കിക്കേ. ഇതെവിടെ നിന്നാണ് വന്നിട്ടുള്ളത്? എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്? ടെസ്റ്റിൽ നിന്നല്ലേ വന്നിട്ടുള്ളത് അല്ലേ? പിന്നെ അതെങ്ങനെ ബുദ്ധിമുട്ടായി മാറും? ഒരിക്കലും അത് ബുദ്ധിമുട്ടല്ല. അപ്പം ഇതിനുള്ള ട്രിക്ക് ഇത് മാത്രമാണ്. നമുക്ക് ദിവസങ്ങൾ നമ്മളെ മുന്നിലുണ്ട്. നമുക്ക് ഒന്ന് കൃത്യമായി, നമുക്കറിയാം നമുക്ക് 10ഓളം പാഠഭാഗങ്ങൾ പഠിക്കാനുണ്ടാകുമ്പോൾ അതിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്റേഴ്സ് ഉണ്ട്. എല്ലാതും ഇമ്പോർട്ടൻ്റ് ആണ്, എന്നാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്റേഴ്സ് നിങ്ങൾക്കറിയാം. ആ ചാപ്റ്റേഴ്സ് ഒരു 4-5 ആവർത്തി സമയമെടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ കൃത്യമായി ഈ മുഴുവൻ ഗ്രാമർ ഭാഗത്തു നിന്ന് വരുന്ന ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ കഴിയും. യെസ് ഓർ നോ? യെസ് ഓർ നോ? ഒന്ന് ആലോചിച്ച് പറഞ്ഞേ. ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കി പറഞ്ഞേ. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കൂ, ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് പറയൂ. ഇല്ലേ? അത്രയേ ഉള്ളൂ. അപ്പോൾ ആ ഭാഗത്തു നിന്നുള്ള മാർക്കുകൾ വളരെ കൃത്യമായി നിങ്ങൾ വാങ്ങിപ്പോകണം. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യനായി പലപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരുന്നത് എന്താണ് വരുന്നത്? യെസ്, കോൺവെർസേഷനാണ്. കോൺവെർസേഷൻ നമുക്ക് 4 മാർക്കാണുള്ളത്. കോൺവെർസേഷൻ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടോ? ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇത്രയേ ഉള്ളൂ. നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കാം, മലയാളത്തിലാണ് ചോദിക്കുന്നത്. ഇന്നലെ എവിടെ പോയി? നിങ്ങളെ മറുപടി നാളെ ഞാൻ മാർക്കറ്റിൽ പോകുമെന്നാണെങ്കിൽ അത് ശരിയാണോ തെറ്റാണോ? ഞാനൊരു ആവറേജ് കുട്ടികളെ പേപ്പറുകൾ പല ആവർത്തി വായിക്കുമ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ഇതാണ്: ചോദിക്കുന്ന ടെൻസ് പലപ്പോഴും കുട്ടിക്ക് അറിയണില്ല. When did you go there? I went. ഇതിന് പകരം അവർ വേറെ ഐ ക്യാനെന്നോ കുഡെന്നോ അല്ലെങ്കിൽ വില്ലെന്നോ വാസെന്നോ വേറെന്നോ ഒക്കെ എഴുതി വയ്ക്കും. കാരണം അത്രയും കുട്ടികൾക്ക് അത് പ്രയാസമാവും. അതിൻ്റെ കോൺവെർസേഷൻ മാർക്ക് കിട്ടാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഏത് കോൺവെർസേഷൻ വേണമെങ്കിൽ എടുത്ത് നോക്കിക്കോളൂ. ഇതുവരെ ചോദിച്ചിട്ടുള്ള ഏത് കോൺവെർസേഷൻ വേണമെങ്കിൽ ചോദിച്ചോളൂ. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചോദ്യം ചോദിക്കുന്നു. ആ ചോദ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ഏത് ടെൻസിലാണ് വന്നത് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കിയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞത് ക്വസ്റ്റ്യൻ വേർഡ്
ഓക്സിലറി സബ്ജക്റ്റ് വെർബ് ആൻഡ് RPS എന്ന പാറ്റേണിലോ അല്ലെങ്കിൽ എസ് ഓർ നോ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ. ഏതാണ് ആ പാറ്റേൺ? ഓക്സിലറി സബ്ജക്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് ഒഴിവാക്കിയാൽ മതി, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ആ ഒരു പാറ്റേണിലോ അതിന് നിങ്ങൾ മറുപടി കൊടുത്തു കഴിഞ്ഞാൽ 4 മാർക്കിലെ 2 മാർക്ക് നിങ്ങൾക്ക് കിട്ടും, ഷുവർ. പിന്നെ അടുത്തെന്താ അവിടെ വരിക? ക്വസ്റ്റ്യൻ ടാഗ്. ക്വസ്റ്റ്യൻ ടാഗ് സുഖമല്ലേ? ഒരു സെൻറ്റൻസിലെ ഓക്സിലറി കണ്ടെത്തിയാൽ പോരെ അല്ലേ? ആമീസ വാസ് വേ ഡു ഡസ് ഡിഡ് ആസ് ഹൗ ക്യാൻ ഗുഡ് മേ മൈറ്റ് വിൽ വുഡ് ഷാ ഷുഡ്. ആ ഓക്സിലറി ഒന്ന് പഠിച്ചു വെച്ചിട്ട് ആ ഓക്സിലറി ഓരോ സെൻറ്റൻസിലെയും ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര എളുപ്പമായിട്ട് നമുക്ക് കിട്ടും. 2 ഓപ്ഷനിൽ മാത്രമേ സെൻറ്റൻസിൽ ഓക്സിലറി വരാത്തുള്ളൂ. ഏതാണ് ഓപ്ഷൻ? മക്കൾ പറഞ്ഞേ, ഏതാണ് ഓപ്ഷൻ? V1 വന്നു കഴിഞ്ഞാൽ ഐ റൈറ്റ് എ പോം, ഓക്കെ, ഐ റീഡ് എ ബുക്ക്. ഓക്സിലറി ഉണ്ടോ? അവിടെ V1 ആണ്. V1ലെ ഓക്സിലറി എന്തായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്? ഡു ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അടുത്ത അതുപോലെ തന്നെ ഐ വെൻറ്റ്, ഐ റെഡ്, ഐ റോട്ട്. അവിടെ ഓക്സിലറി ഇല്ല. അവിടുത്തെ ഓക്സിലറി ഏതാണ്? അത് V2 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ 2 ഓപ്ഷൻ ഒഴികെ ക്വസ്റ്റ്യൻ ടാഗിൻ്റെ വളരെ കുറച്ച് 1, 2, 3 നിയമങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അല്ലേ സുഖസുന്ദരമായി അടുത്ത 1, 2 മാർക്കോ നമുക്ക് വാങ്ങാൻ പറ്റും. പിന്നെ ഈഫ് ക്ലോസ് ആണ് വരുന്നത്. ഈഫ് ക്ലോസിനാകെ 3 മാർക്കാണ്, 3 റൂൾസാണുള്ളത്. V1 ആണെങ്കിൽ അല്ലേ, V1 വരികയാണ്, സബ്ജക്റ്റ് പ്ലസ് V1 വരികയാണെങ്കിൽ എന്താണ്? വില്ലോ ഷാളോ വരണം. പാസ്റ്റ് ആണെങ്കിൽ വുഡോ ഷുഡോ വരണം. മൂന്നാമത്തെ റൂളും കൂടി ഉണ്ട്, സബ്ജക്റ്റ് പ്ലസ് ആസോ ഹാവ് പ്ലസ് അല്ലേ V3യിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞിട്ടുള്ള 3ാമത്തെ റൂളും കൂടി ഉണ്ട്. ഇത്ര സിമ്പിളായി ഇത്ര മാത്രം ചെയ്ത് കഴിഞ്ഞാൽ അവസാനത്തെ 4 മാർക്ക് നമുക്ക് സുഖമായി കിട്ടും. മക്കളെ ഇനി പറ, ഇപ്പം നമ്മൾ 1ാമത്തെ ചോദ്യം മുതൽ 37ാമത്തെ ചോദ്യം വരെ നമ്മൾ വളരെ കൃത്യമായി പരിശോധിച്ചു. ഇനി പറയൂ, നിങ്ങൾക്ക് ഈ മാർക്ക് കിട്ടുമോ ഇല്ലയോ? എത്ര മാർക്ക് കിട്ടും? A+ മാർക്ക് കിട്ടാൻ ഇത്ര പണിയുണ്ടോ? സിമ്പിളായില്ലേ? ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ഒന്ന് കൂട്ടിയിണക്കി അല്ലേ, ഒരു മാലയിൽ കോർത്ത മുത്തുകളെ പോലെ ഒന്ന് ചേർത്ത് വെച്ച് ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അല്ലേ, ഒന്ന് ഷാർപ്പൻ ചെയ്ത് മുന്നോട്ട് പോയാൽ നമുക്ക് എന്ത് വാങ്ങാൻ പറ്റണം? ഫുൾ A+ മാർക്കും നമുക്ക് വാങ്ങാൻ പറ്റണം. ഓക്കെ, വിഫി സംഘടിപ്പിക്കുന്ന ഈ എക്സലൻസി ടെസ്റ്റ് നിങ്ങൾക്ക് അതിനുള്ള മാർഗദീപമാകട്ടെ, മാർഗദർശിയാവട്ടെ. എല്ലാവരെയും സർവശക്തൻ അനുഗ്രഹിക്കട്ടെ. അപ്പം പരീക്ഷ കഴിഞ്ഞ് അടിപൊളി മാർക്കൊക്കെ വാങ്ങി നിങ്ങളെല്ലാവരെയും കാണാൻ എനിക്ക് സാധിക്കട്ടെ. അപ്പോൾ സന്തോഷം, സുഖം, എല്ലാവരും ഉഷാറായിട്ടിരിക്കുക. നമുക്ക് അടിച്ച് പൊളിച്ച് തകർത്ത് എക്സാം എഴുതണം. ഓക്കെ, ബൈ. ഓക്കെ, താങ്ക് യു.